ഇത് അബോധാവസ്ഥയിലാണോ ബോധാവസ്ഥയിലാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അമേരിക്കൻ മണ്ണിൽ വെച്ചുകൊണ്ടാണെന്നുള്ളത് വലിയ പ്രാധാന്യമുണ്ട്. കാര്യം ഇതിന് തീർച്ചയായിട്ടും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഒരു മറുപടി നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. ആണവ ഭീഷണിയാണ് പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ന് ഫ്ലോറിഡയിലെ താംബയിൽ ഇന്നലെ രാത്രി നടന്ന അത്താഴ വിരുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണി വരും കാലങ്ങളിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ്, ഒരു ആണവ രാജ്യമാണെന്നുള്ളത് മറക്കരുത്. ഏതെങ്കിലും രീതിയിൽ സൈനികപരമായിട്ട് പാകിസ്ഥാൻ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ പകുതിയും കൊണ്ടേ ഞങ്ങൾ പോകൂ എന്നാണ് അദ്ദേഹം ഇന്നലെ ഏതാണ്ട് ഒരു 120 പേര് കൂടിയ ഈ അത്താഴ വിരുന്നിൽ പറഞ്ഞത്. ഒരു ബിസിനസ്സുകാരനായ അദ്നാൻ അസാദ് ഒരുക്കിയ അത്താഴ വിരുന്നായിരുന്നു. ഇദ്ദേഹം പാകിസ്ഥാന്റെ ഒരു കോൺസുൽ ആയിട്ടും ഈ ടാംബയിൽ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ സിന്ധു നദീജല കരാറിനെ പറ്റിയും പട്ടാള മേധാവി പരാമർശിക്കുകയുണ്ടായി. ഏതാണ്ട് 250 മില്യൺ ആൾക്കാർ പട്ടിണിയിലേക്ക് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇന്ത്യ ഇവിടെ ഒരു അണക്കെട്ട് പണിയുകയാണെന്നുണ്ടെങ്കിൽ വെറും 10 മിസൈൽ കൊണ്ട് ആ അണക്കെട്ട് തകർക്കും. അത് അത്തരമൊരു ഭീഷണിയും അദ്ദേഹം വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ല എന്ന് ഓർക്കുകയും വേണം. തന്നെയുമല്ല, ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് നടന്ന ഈ യുദ്ധത്തെ കളിയാക്കുകയും ചെയ്തു. അതായത് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുവാൻ ഇന്ത്യ വിമുഖത കാണിക്കുകയാണ്. അത് മുന്നോട്ട് വരുന്നില്ല, വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ നഷ്ടങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കണം. അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ പാകിസ്ഥാന്റെ ആയുധപ്പുരയിൽ എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പൊതുജനത്തിനെ കാണിക്കുവാൻ തയ്യാറാണ് എന്നുള്ള ഒരു വെല്ലുവിളിയും ഉയർത്തിയിരിക്കുകയായിരുന്നു. ഇതൊരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു. ജനറൽ മൈക്കിൾ കുഴലയുടെ, അദ്ദേഹം US ആർമിയുടെ കമാൻഡിൽ ഉണ്ടായിരുന്ന ഒരു ജനറൽ ആയിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ സെൽഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ ഉപകരണങ്ങളോ ഈ അത്താഴ വിരുന്നിൽ കൊണ്ടുവന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരുന്നു. പക്ഷേ ഈ വിവരങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഇതിൽ പങ്കെടുത്തവരുമായിട്ട് സംസാരിച്ചിട്ട് പലരിൽ നിന്നായിട്ട് ശേഖരിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.